നാടൻ തേങ്ങ ചിരകൽ അല്ലെങ്കിൽ തിരുമൽ മത്സരം. ഈ വീഡിയോ ഉണ്ട്. അമ്മ എന്നെ കൊല്ലും. എന്നോട് വീട്ടിൽ ചിരക് വെച്ച് കൊടുക്കാൻ പറഞ്ഞ ഞാൻ ചെയ്യാറ്. അമ്മ പറഞ്ഞാൽ പോലും സമീപിക്കുക അന്നു മുടിയടിച്ചിട്ടാടി അമ്മാനമാടി കളിതുള്ളിക്കൊണ്ട് കരിങ്കാളിയായി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, വെട്ടോത്തി എല്ലാവർക്കും അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താന്ന് വെച്ചാൽ നാടൻ തേങ്ങ ചിരകൽ അല്ലെങ്കിൽ തിരുമൽ മത്സരം. നിങ്ങളുടെ അഭ്യർത്ഥന പ്രമാണിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്തത്. അതാണ് ആലോചിക്കുന്നത് നിങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. മാക്സിമം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്തൊക്കെ ചലഞ്ച് വേണമെന്നൊക്കെ. നമുക്കതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ. മോശമായിട്ടുള്ളതാണ് നമ്മൾ ചെയ്യത്തില്ല. നിങ്ങളെ കൊണ്ട് രസിപ്പിക്കുന്ന കൊതിപ്പിക്കുന്ന ഫണ്ണിയായിട്ടുള്ള ചലഞ്ചുകളാണെങ്കിൽ നമുക്ക് ചെയ്യാം. കഴിഞ്ഞ കുറേ വീഡിയോസിൻ്റെ അടിയിലായിട്ട് ഏറ്റവും കൂടുതൽ വന്നിരുന്ന കമൻ്റ് ആയിരുന്നു നാടൻ തേങ്ങ ചിരകൽ മത്സരം ചെയ്യാമോ എന്ന്. അതെ, ഏറ്റവും കൂടുതലല്ല ഒരു കമൻറ്റ് വന്നതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻ്റ് ആയിരുന്നു അത്. അങ്ങനെയായിരുന്നു സംഭവിച്ചത്. അതുപോലെ ജ്യൂസ് കുടിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ടീമാണ് ഈ ഒരു നാടൻ രണ്ട് പുറകെ നീ ആണെങ്കിൽ വന്ന് നോക്കട്ടെ. യെസ്, റൊമാൻറ്റിക്കൽ തേങ്ങ ചിരുമൽ. അത് ടീം അപ്പോൾ നമ്മൾ ഇട്ടില്ല, ഇതിലായിട്ടും നമുക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഇത്രയേ ഉള്ളൂ. ഒരു ടീമിൽ 3 പേരാണ്, അങ്ങനെ 2 ടീമാണുള്ളത്. അവർക്ക് 15 മിനിറ്റ് സമയം കൊടുക്കും നമ്മൾ. അപ്പം ഒരു പാര, 2 ചിരവ, പിന്നെ ഒരു തോർത്ത്. ഇത്രയാണ് നമ്മുടെ ഐറ്റംസ്. വെട്ടോത്തി വെട്ടോത്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് 3 പേരിൽ ഒരാൾ പാര വെച്ച് തേങ്ങ പൊതിക്കുക, 2 പേര് തേങ്ങ ചിരകുന്നു. ഈ പൊതിക്കുന്ന ആൾ പോയിട്ട് ഈ തേങ്ങ പീര എടുത്ത് കൊണ്ടുവന്ന് പോയിട്ട് അത് പിഴിഞ്ഞ് തോർത്ത് പിഴിഞ്ഞ് പാലാക്കുക. നാടൻ തേങ്ങാപ്പാലാക്കുക. ഏറ്റവും കൂടുതൽ പാല് കളക്ട് ചെയ്യുന്നവരായിരിക്കും വിജയിക്കുന്നത്. 15 മിനിറ്റ് സമയമുള്ളൂ. അപ്പോൾ മനസ്സിലായാലും സംഭവം. അപ്പോൾ അവിടെ അളിയന്മാരുണ്ട് ഇവിടെ നാടൻ ശൈലിയിൽ വന്ന ഓരോ നാടൻ ഐറ്റം കൊണ്ട് വന്ന് ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. നാടൻ ചിരവ കൊണ്ട് നമ്മുടെ നിതിനളി, നാടൻ തടി കൊണ്ടുണ്ടാക്കിയ നാടൻ ചിരവ, നാടൻ തേങ്ങ കൊണ്ട് നമ്മുടെ കിംബോയി, നാടൻ വെട്ടവത്തി കൊണ്ട് അല്ലെ വാക്കത്തി കൊണ്ട് നന്തോളി, നാടൻ പാര കൊണ്ട് പ്രവീണളിയിൽ, നാടൻ ചിരവ കൊണ്ട് രാജശളിയിൽ എന്തോ മെഷീൻ. ടീം റെഡി ആയിട്ടുണ്ട്. നന്തോളിയെ, നിതിനളിയെ, പ്രവീണളിയാണ് ഒരു ടീം. നിങ്ങൾ 3 ഒരു ടീം. ഡേഞ്ചർ ടീമാണ്. നമ്മുടെ ടീം കാണിച്ചാളി. നാടൻ ടീം. ഒരാളെന്തി ഇവിടെ പോയി. ഓക്കെ. അപ്പൊ ഞങ്ങള് 2 ടീമുകളാണ് മത്സരിക്കുന്നത്. അപ്പോൾ നമ്മള് ടോസ് ഇടാൻ പോവാണ്. ആരാണ് ആദ്യം മത്സരിക്കുക, ആരാണ് തീരുമാനിക്കുന്നത് നോക്കാം. നാടൻ ശൈലിയാണ്. അകവും പുറം കളി. ഇത് പുറം. അപ്പൊ നിങ്ങൾ അവിടെയാ പറഞ്ഞു. ഓക്കെ. തേങ്ങയൊക്കെ സെറ്റ് ആക്കിയിട്ട് പാരയുണ്ട്. ഞാനാണ് ഞങ്ങളുടെ ടീമിൽ തേങ്ങ പൊതിച്ചു വിടുന്നതും തേങ്ങ പിഴിയുന്നതും, പാല് പിഴിഞ്ഞെടുക്കുന്നതും. നമ്മുടെ രാജശളീനും നമ്മുടെ കിംബോയുമാണ് തേങ്ങ തിരുമായിരിക്കുന്നത്. സംഭവം 2 തേങ്ങ ഞാൻ അവിടുന്ന് പൊതിച്ചു വിടും. അപ്പോൾ ഓരോ തേങ്ങ ഇവർ തമ്മിൽ പൊട്ടിച്ചിട്ട് തിരുമും. ആ തിരുമുന്ന ആ തേങ്ങാപ്പീര് എടുത്തുകൊണ്ട് ഞാനുണ്ട് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ പിന്നാലെ മാറി സർപ്രൈസ് ആണ്. ഇവിടെ വന്നിരുന്നിട്ട് തോർത്തെടുത്ത് പിഴിയുന്നതിന് മുമ്പായിട്ട് ഈ 1/2 ലിറ്റർ വെള്ളം യൂസ് ചെയ്യാം. അത് ഞങ്ങൾക്കും പദമാണ്, നിങ്ങൾക്കും പദമാണ്. കാരണം വെള്ളം വെച്ചാൽ കുറച്ച് പാല് കൂടുതൽ എടുത്തുള്ളൂ. അപ്പോൾ ഈ 1/2 ലിറ്റർ വെള്ളം യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണ് തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുന്നത് അവരായിരിക്കും വിജയ്. വാശിയേറിയ മത്സരം തന്നെ ആയിരിക്കും ഇത്. ഓക്കെ. തുടങ്ങാം. സ്റ്റാർട്ട്. മതിയാവും. അവരവിടെ തീർത്തിട്ടില്ല.
ടൈം എടുത്ത് ഓക്കെ സെറ്റ് ചെയ്ത രണ്ടാമത്തെ ഇവിടെ വാശിയറ് ഇവര് തമ്മിൽ മത്സരം തുടങ്ങി. കിംബോ ഇവിടെ തീർക്കാറായി. എന്റെ പൊന്ന് രാജേഷ് ചേട്ടാ, വാശിയറ് മത്സരം. ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കാതെ കിംബോയും നമ്മുടെ രാജേഷ് ഏടിയനും ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇരുന്ന് തേങ്ങ തിന്നുന്നുണ്ട്. നമുക്കത് പ്രോത്സാഹിപ്പിക്കുന്ന അടല മാത്രം. അതെ അതെ, കഴിച്ചോ, കുറച്ചുകൂടെ കഴിച്ചു. അടല മാത്രം കുറച്ചുകൂടെ കഴിച്ചു, കുഴപ്പമില്ല. കഴിക്കുന്നുണ്ട്, അതേ എടുത്ത് കഴിച്ചു. ഞങ്ങൾ ആരോടും പറയാം. ശരി. കളക്റ്റിങ് വെള്ളം പൊട്ടിച്ച് വെള്ളം കുടിക്കുന്നു. നമ്മുടെ തേങ്ങാപ്പീര പിരിയാൻ തുടങ്ങിയിരിക്കുകയാണ്. നാടൻ തേങ്ങാപ്പാൽ വെള്ളം മിക്സ് ചെയ്യുന്നു. നാടൻ തേങ്ങാപ്പാൽ ക്യാമറ അണക്കുന്നല്ലോ. കിംബോ നൈസായിട്ട് വിടുന്ന തീർത്ത്. കിംബോ രണ്ട് ചിരട്ടായി തീർത്തിരിക്കുകയാണ്. കിംബോയുടെ മൂന്നാമത്തെ തേങ്ങ എടുത്ത് പൊതിക്കാൻ പോയിരിക്കുന്നത്. മൂന്നാമത്തെ തേങ്ങ കമോൺ. ഓക്കെ, ഇതാ നമ്മുടെ രാജേഷളിയൻ അവിടെ പിരിഞ്ഞെടുക്കുകയാണ്. അത്രയും പിരിഞ്ഞല്ലേ. ഓക്കെ നെക്സ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാം പാൽ എന്ന് പറയാം. ഒന്നാം പാല് ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വീറ്റെല്ലാം പിരിയുവാണ്. അടുത്ത നാലാമത്തെ തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീത്തളിയൻ നാലാമത്തെ തേങ്ങ എന്താ പൊതിച്ചുകൊണ്ടിരിക്കുന്നു. കിംബോയി നമ്മുടെ രാജശളിനോട് തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ പാലും ആയിട്ടുണ്ട്. കൈ എഴുതുന്നു. 8 മിനിറ്റ് കൂടെ. 8 മിനിറ്റ് കൂടെ. ഓക്കെ ഇതാ നമ്മുടെ തേങ്ങാപ്പാല്, തേങ്ങാപ്പീര. എന്നാ പോയി ഈ അവസരത്തിൽ പറയാനുള്ളത്? ഒന്നും പറയില്ല, കൈ മുറിയാതെ നോക്കുക. ഇതാ നമ്മുടെ സീറ്റിലും പിഴിഞ്ഞോണ്ടിരിക്കുന്നു. പിഴിഞ്ഞ് ശൈലാജ് അഞ്ചാമത്തെ തേങ്ങ പൊതിക്കുന്നു. കിംബോയ് അഞ്ചാമത്തെ തേങ്ങ എന്താണ്? കിംബോയിലെ പൊതിക്കുന്നു, വെട്ടുന്നു. ഓ, വെള്ളം കുടിക്കുന്നു. എനിക്കൂടെ തരുമോ? കമാൺ. എന്ത് സ്നേഹം. ഇതാ നമ്മുടെ സീറ്റലയും പിഴിഞ്ഞെടുക്കുകയാണ്. തേങ്ങാപ്പാൽ ആവശ്യം എടുക്കണേ, പായസം ഉണ്ടാക്കണോ? രാജശാലയിലും കിംബോയും തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശ്രീത്തലയിൽ ആറാമത്തെ തേങ്ങ പൊതിക്കാൻ. ആറാമത്തെ തേങ്ങ ഞാൻ 5 തിരിക്കും. 5 പീസ്. സമയം 10 മിനിറ്റ് എടുക്കുന്നു. ഇനി കേവലം 5 മിനിറ്റുകൾ മാത്രം. ഈ 5 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുമോ? ടീം എ. രാശിലെ തേങ്ങ പൊട്ടിച്ച് തേങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് തിരുമുന്നു. ക്ഷീണമുണ്ട്. നാടൻ തിരിയലും നാടൻ പാരി. ടീമെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞു. 11ാം മിനിറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 11ാം മിനിറ്റ് വെറും 4 മിനിറ്റുകൾ മാത്രം. 4 മിനിറ്റ് തേങ്ങാപ്പീര പിഴിഞ്ഞെടുക്കുന്നു. ശ്രീത്തളിയം പിഴിഞ്ഞെടുക്കുന്നു. സംഭവം കീറിയിട്ടുണ്ട്. സ്റ്റാൻഡ് ചെരുവാണ്, കുഴപ്പമില്ല. നാടനാ കുത്തിരിപ്പ്. നാടൻ ചെരവാ. ഇപ്പൊ 11 മിനിറ്റ് ആയി. ഇതുവരെ അയാളെയാണ് ഏറ്റവും കൂടുതൽ തിരുമ്മിയിരിക്കുന്നത് കിംബോയി. ഞങ്ങളോട് അങ്ങനെ ചോദിക്കാം. ഈ സമയത്ത് ഒന്നും ഞങ്ങൾ തുല്യമായിട്ട് മത്സരിക്കും. 3 പേരും ടീമാ. നിങ്ങൾ തളർന്നു നോക്കല്ലോ. നീ സമയത്തോടെ പിടിഞ്ഞു. ഓക്കെ. ഏഴാമത്തെ തേങ്ങ പൊതിക്കുന്നു. കിംബോയ്. ഏഴാമത്തെ തേങ്ങ പൊതിക്കുന്നു. കിംബോയ്. ഏഴാമത്തെ തേങ്ങ പൊതിക്കുന്നു. കിംബോയ്. ഇത് രാജശളിയൻ എന്താണ് ഓടുന്നത്? വെട്ട് കത്തിയുമായി രാജശളിയൻ വെട്ടാൻ വേണ്ടി. തേങ്ങ വെട്ടാൻ വേണ്ടി രാജശളിയൻ. തേങ്ങ ഞാൻ പൊതിക്കും.
വെട്ടുകത്തിയുമായി 12 മിനിറ്റ് കഴിഞ്ഞു. 12 മിനിറ്റ്. ഏഴാമത്തെ വെട്ടുന്നു രാജേശലയം. നാടൻ വെള്ളം. ഏഴാമത്തെ തേങ്ങ ഇവിടെ തീരുമാനം ശൈല നമ്മുടെ കിംബോയും രാജേശലയം. ഇതാ 8ാമത്തെ തേങ്ങ പൊതിക്കേണ്ടിരിക്കുന്നത് ശ്രീതളിയൻ. 8ാമത്തെ തേങ്ങ. ഈ തേങ്ങാപ്പാലുള്ളതുകൊണ്ട് ഈ പൊതിക്കാൻ പറ്റത്തില്ല. തെന്നി പോവാ ആവശ്യം. മീശയിലൊക്കെ തേങ്ങാപ്പാലിരിക്കുന്നു. ചെറുതായിട്ട് കുടിച്ചാൽ നമ്മുടെ ശ്രീതളിയൻ 8ാമത്തെ തേങ്ങ പൊതിക്കുന്നു. ഇവിടെ നമ്മുടെ കിംബോയും രാജേശലയനും കൂടെ 7ാമത്തെ തേങ്ങ തിരുമി എടുക്കുന്നു. വെറും 2 മിനിറ്റ് മാത്രം. 2 മിനിറ്റ്. അവസാന പിടിയിലാണ്. അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വെറും 2 മിനിറ്റ് താഴെ. വെറും 1.5 മിനിറ്റുകൾ മാത്രം അവശേഷിക്കുന്നു. വെറും 1.5 മിനിറ്റ്. 90 സെക്കൻഡുകൾ മാത്രം. അതാണ് കാപ്പിലേക്കുള്ള തേങ്ങ. ഒരു മിനിറ്റ്. വെറും 60 സെക്കൻഡുകൾ. 60 സെക്കൻഡ്. വെറും 50 സെക്കൻഡ്. നിങ്ങളുടെ സമയം പോകുന്നത് വെറും 30 സെക്കൻഡ് മാത്രം. 30 സെക്കൻഡ് മാത്രം. ഇത് അവസാന പിഴിയലാണ്. അവസാന പിഴിയൽ. അപ്പൊ നമ്മുടെ ടീം ഫസ്റ്റ് ടീമിന്റെ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ടീം ഫസ്റ്റ് ടീമിന്റെ നമ്മൾ എത്ര തേങ്ങ പൊതിച്ചളിയാ? 7 തേങ്ങ. എത്ര പൊതിച്ചു? 7 പൊതിച്ചു. ഇത് 8ാമത്തെയാ. 7 തേങ്ങ ചെറിയ കൊടുത്തു. നമ്മളെ കഷ്ടകുമാര് കഷ്ടപ്പെട്ടുമാരെ അന്യായ പൊതിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് സോറി. ഞാൻ കാരണം വാലാണ്. തുള്ളി പോലും താഴെ കളയില്ല. വെള്ളശാല കൂടുതൽ ഒഴിച്ചാണെങ്കിൽ വെള്ളം മൊത്തം ഒഴിച്ചു. അതിന്റെ ആദ്യം വെള്ളം ഒഴിക്കാൻ ഒരു ഗ്ലാസ്. ഒരു നീ എന്നാ പറ്റത്തില്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം ഇമാരെ കാണാൻ ഒഴിക്കാൻ വയ്യ. നീ കാണാ ഈ ഉഡായിപ്പ് ഞാൻ ഇവിടെ നിൽക്കുമ്പം നിങ്ങൾ അത് ചെയ്യുമോ? അല്ല 1 ലിറ്റർ വെള്ളം ഒഴിക്കാൻ വയ്യ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ കഴിഞ്ഞിരിക്കുന്നു അല്ലേ? നിങ്ങളുടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞങ്ങള് 3 പേരും മത്സരിച്ച് 2:45-3 കപ്പ് പാലല്ലേ? 2 പേരും കട്ടയ്ക്ക് തേമ ചെറിയ തന്നു കേട്ടോ. അടിപൊളിയായിട്ട്. എനിക്ക് അത്രേ പറ്റുള്ളൂ, ക്ഷമിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ നിതിനളിയനും നന്ദോളിയനും പ്രണളിയനും മത്സരിക്കാൻ പോവാണ്. അപ്പോൾ അവരുടെ വാശിയേറിയ ഒരു മത്സരം നമുക്ക് പോയി കാണാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ നന്ദോളിയനാണ് തേങ്ങ പൊതിക്കാൻ നിൽക്കുന്നത്. നന്ദോളിയിൽ നിന്നാണ് പിഴിയുന്നത്. ഓക്കെ. റൊമാൻറ്റിക് അളിയന്മാർ 2 പേര് തേങ്ങ ചിരിക്കാൻ നിൽക്കുന്നുണ്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതാണ് കടന്നിരിക്കുന്നു ആവേശകരമായ മത്സരം. എന്താ വേണം നിനക്ക്? ഞങ്ങൾക്ക് കമന്ററി കയറുന്നത് സപ്പോർട്ട്. കമന്ററി എനിക്ക് പുല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുവയൊക്കെ എനിക്ക് പുല്ലാണ്. ഈ തേങ്ങയൊന്നും തേങ്ങയല്ല. സപ്പോർട്ട് ചെയ്യുന്നത് ഇതേക്കുള്ള സപ്പോർട്ട് വേറെ ആരും തരാനില്ല. ഞാൻ മാത്രമാണ്. മത്സരത്തിലേക്ക് കടന്നിരിക്കുന്നു ആവേശകരമായി. അമ്മ പറഞ്ഞാൽ പോലും തേങ്ങ ഒരുപാട് തേങ്ങ ഇവിടെ സമാനം വെച്ച് കഴിഞ്ഞിരിക്കുന്നു. കിച്ചേട്ടൻ ചിരട്ട വരെ തിരുമീത. തേങ്ങയുടെ ചിരട്ട വരെ തിരുമീത. കിച്ചേട്ടൻ മുന്നേറുന്നു. തേങ്ങ പൊട്ടിപ്പോയ തേങ്ങയൊക്കെ എനിക്ക് പുല്ലാണെന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. വെട്ടോത്തി ഹോസ്പിറ്റലിൽ പോകാൻ കാശില്ല. അതാണ് പ്രശ്നം. വേറൊന്നുമല്ല.
അതാണ് ഇതാ 2 മിനിറ്റും 22 സെക്കൻഡും അമ്മാനമാടുന്നു. ഒരെണ്ണം പോലും തിരുവൻ കഴിഞ്ഞിട്ടില്ല അതല്ലേ? അങ്ങനെ 6 തേങ്ങ തിരുമിയിട്ട് ബാക്കി എന്താണ് പിഴിയാൻ പോകും. ഒരു തേങ്ങ ഒരു മത്സരത്തിൽ കൈകൾ വൃത്തിയായി കഴുകിക്കൊണ്ട് നന്ദു മത്സരത്തിലേക്ക് കടക്കുന്നു. ഒരു തേങ്ങ കിച്ചൺ മുടിയഴിച്ചിട്ടാടി അമ്മാനമാടി കളി തുള്ളിക്കൊണ്ട് കരിങ്കാളിയായി നന്ദോളി ആദ്യത്തെ പേരെടുക്കുന്നു. ആദ്യത്തെ സമീപിക്കുക നന്ദു. അത് തന്നെ നിങ്ങൾ കാണുന്നത് ഏട്ടായിമാർ തമ്മിലുള്ള മത്സരം. ഏട്ടായിമാർ തമ്മിലുള്ള മത്സരമാണ്. ആവേശകരമായി തേങ്ങ പൊട്ടിച്ചുകൊണ്ട് കട്ടുകളെ ഇടയ്ക്കൊരെണ്ണം പറ്റിയതാ. എന്തായി? കുറച്ച് പാടാണ്. നന്ദോളി ഇതാ വീണ്ടും പിഴിഞ്ഞൊഴുകിയാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതാണ് തേങ്ങ പിഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നന്ദോളിയൻ. തേങ്ങ ചെറിയിക്കൊണ്ടേയിരിക്കുന്നു പ്രവീണലിയൻ. ആവേശകരമായ മത്സരത്തിന്റെ 5 മിനിറ്റുകൾ കടന്നിരിക്കുകയാണ്. മുടിയനായ പുത്രൻ നിധി മുടിയഴിച്ചാടി ഈ പൈസൊക്കെ നമുക്ക് ഇങ്ങനെ ചെറുക്കി എടുക്കാൻ പറ്റും. പകുതി തേങ്ങ എങ്ങനെ കളയാമെന്ന് നോക്കുന്ന പ്രവീണലിയൻ ഇതവിടെ വാശിയേറിയ മത്സരത്തിലാണ്. ആവേശകരമായ മത്സരത്തിൽ നിധി ഇത് വീടുകളിൽ ചെയ്യുന്ന എല്ലാ അമ്മമാരെയും നമ്മൾ നാടൻ പിഴി എങ്ങോട്ടാളിയ പിഴിയൻ? അടിപൊളിയല്ലേ? നല്ലതുപോലെ മത്സരത്തിൽ യൂട്യൂബിന്റെ ചരിത്രത്തിൽ തേങ്ങ പിഴിയുന്ന നന്ദു. യൂട്യൂബിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്ര ആവേശകരമായ മത്സരം ഉജ്ജ്വലമായി കൊണ്ടിരിക്കുകയാണ്. ഈ മത്സരം ഇതാ ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു. വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ട് ശൈല വളരെയധികം സപ്പോർട്ട് നൽകിക്കൊണ്ട് ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടാണ് നൽകുന്നത്. മുടിയടിച്ചാടി നന്ദു. ജംബോ സർക്കസുകാരുടെ പ്രത്യേക ശ്രദ്ധിക്കാൻ നിങ്ങളുടെ ഏതെങ്കിലും മൃഗം ചാടി പോയിട്ടുണ്ടെങ്കിൽ ദണ്ട് ഇവിടെ ഉണ്ട്. ഇതാ 7 മിനിറ്റിലോട്ട് കിടക്കുകയാണ്. 7 മിനിറ്റിലോട്ട് കിടക്കുകയാണ്. ഈ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ല. ഈ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിഴിഞ്ഞ് അടുത്ത തേങ്ങ പൊട്ടിക്കുമ്പോൾ തേങ്ങ വെള്ളം എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തേങ്ങ വെള്ളം എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തൊണ്ട വയ്യ. കേട്ടറെങ്കിലെ ശ്രീധരൻ കൊച്ചാട്ടന്റെ ശിഷ്യൻ കിച്ചേട്ടൻ ഈ വീഡിയോ ഉണ്ട്. അമ്മ എന്നെ കൊല്ലും. എന്നോട് വീട്ടിൽ ചെറുവീച്ച് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ ചെയ്യാറില്ല. ആവേശകരമായി മത്സരിക്കുന്നു. ആവേശകരമായി കൊണ്ടിരിക്കുകയാണ്. നിരവധി കാണികളാണ് ഈ മത്സരം കാണാൻ. ഒട്ടും വയ്യാത്ത അവസ്ഥ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. നാടൻ കൈ കഴുകിയെടുക്കുന്നു. മത്സരത്തിലേക്ക് അവന്റെ തനതായ ശൈലിയിൽ ഇതാ മത്സരത്തിലേക്ക് പൊട്ടിച്ചു വെച്ച തേങ്ങ ഞാൻ തോന്നുന്നു എടുത്തോണ്ട് പോയേക്കുന്ന കിച്ചേട്ടൻ ഇതാ മത്സരത്തിൽ പങ്കെടുക്കുന്നു. വീണ്ടും മത്സരത്തിൽ ഇനിയില്ല കുട്ടിക്ക് 12 ചിരി തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് മുടി വീഴല്ലേ പേൻ വീഴല്ലേ എന്നറിയിക്കുന്നു. പേൻ അതിലേക്ക് വീഴലെന്ന് അറിയിക്കുന്നു. പ്രത്യേകം അറിയിക്കുന്നു. തേങ്ങാപ്പാൽ വെച്ച് പായസം ഉണ്ടാക്കാനുള്ളതാണ് സേമിയ പായസം. ഇതാ വെറും 3 മിനിറ്റ് ബാക്കി. 3 മിനിറ്റ് ബാക്കി. ആവേശകരമാക്കുവാൻ നിരീതാ മത്സരത്തിൽ വളരെ ആവേശകരമായ ക്ഷീണിച്ചപ്പോൾ മുടിയനായ പുത്രൻ നിധി നമ്മുടെ ഗസ്റ്റ് നമ്മുടെ സ്ഥിരം ആളാണ് ഇന്ന് വന്നിട്ടുണ്ട്.
ഉണ്ട്. നമ്മളെന്നും ഫുഡ് കൊടുക്കും കേട്ടോ, എന്നും ഫുഡ് കൊടുക്കുന്ന ആളാട്ടോ. നമ്മളെന്നും ഇന്ന് ഫുഡില്ല കേട്ടോ കേട്ടോ. ബൈ ബൈ. അവസാന ഘട്ടത്തോടെ മത്സരം പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നന്ദുവലയൻ മാറി പാസ് കൊടുത്തിട്ട് സൈക്കിളാണ് കറങ്ങിക്കൊണ്ടിരിക്കും. ഇനിയും വെറും 40 സെക്കൻഡ്. വെറും 30 സെക്കൻഡ്. 30, 27, 27, പിടിഞ്ഞെടുക്കും. അപ്പോൾ നമ്മുടെ ഏട്ടായിമാരുടെ മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വാശിയേറിയ മത്സരമായിരുന്നു സത്യം പറഞ്ഞാൽ. കുറച്ച് തേങ്ങയും കൂടുതൽ പാലും അവർക്ക് കിട്ടിയേക്കുന്നത് അത് തന്നെ വലിയൊരു എഫോർട്ടാണ്. ഞങ്ങൾക്ക് കൂടുതൽ തേങ്ങ കിട്ടിയായിരുന്നു, പക്ഷേ ഞാനത് ഒന്നാം പാല് ഒന്നാം ഒരു ഗ്ലാസ് കറക്റ്റ് 3 ഉണ്ട്. രണ്ടാം പാല് ഉണ്ടാല് പറയുന്നു 3.4 3.5 ഗ്ലാസ് പാല് നേടി ഏട്ടായിമാർ ടീം ജയിച്ചിരിക്കുകയാണ്. പിന്നെ കമന്ററി ഒക്കെ തന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഞാൻ ഒറ്റ അങ്ങനെ വാശിയേറിയ തേങ്ങ തിരുമൽ മത്സരത്തിൽ ഞങ്ങൾ ടീം ജയിച്ചിരിക്കുകയാണ്. പിന്നെയും നമ്മളെ തോറ്റ ടീമിന് എന്താ പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. ഞങ്ങള് ബാക്കി നിങ്ങൾ പൊട്ടിച്ചിട്ട് തേങ്ങ ഞങ്ങൾ തിന്നു. അതാണ് പറയാനുള്ളത്. ഒന്നും പറയില്ല. ഞങ്ങള് ഒരു കണക്കിന് ഞങ്ങളും വിജയികൾ തന്നെയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. ഏതാ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞങ്ങള് തേങ്ങ തിരുമ്മിയത് കണ്ടാലേ ഞങ്ങൾ കറക്റ്റ് നല്ല പാലേ എടുത്തിട്ടുള്ളൂ. അതാണ് സംഭവം. നല്ല പാല് ഇവരാണ് ജയിച്ചേക്കുന്നത്. അത് ഞാൻ സമ്മതിക്കുന്നു. ഫ്രഷ് പാല് ഞങ്ങൾ എടുത്തേക്കുന്നത്. ഞങ്ങൾ അതിനകത്ത് ഇച്ചിരി പോലും മായം ചേർത്തിട്ടില്ല. അതാ സംഭവം. അങ്ങനെ നമ്മുടെ ഏട്ടായിമാരുടെ ടീം വിജയിച്ചിരിക്കുകയാണ്. 1, 2, 3 നാടൻ മനുഷ്യരായ രാജശാലി കിംബോയ് ഞാനും ക്ഷമിക്കുക. നമ്മൾക്ക് ഈ പാല് കൊണ്ട് പായസം ബാക്കി വരുന്ന പാല് നമുക്ക് 2ാം പാല് 3ാം പാലായിട്ട് എടുക്കാം. ഇനി ഇരിപ്പുണ്ട് നമ്മുടെ അതിനകത്ത് 1ാം പാൽ ഇനിയുണ്ട്. 5 ഗ്ലാസ് കൂടെ 1ാം പാലുണ്ട്. അപ്പോൾ അളിയന്മാർ തേങ്ങാ തിരുമി മത്സരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അപ്പൊ ഇനി ഒരു പുതിയൊരു വെറൈറ്റി ചാലഞ്ച് ആയിട്ട്